പല ആൾക്കാരുടെയും കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എഫ് ഡി പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അത്തോളം സേഫും കൺസർവേറ്റീവ് ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു എഫ് ഡി പോലെ ഒരു സ്ഥലമുള്ളപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒരിക്കലും എഫ് ഡി നമ്മൾ കൺസിഡർ ചെയ്യരുത് എന്നാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽ ഈ വീഡിയോയിൽ നോക്കാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. നമ്മൾ ബാങ്കിൽ എഫ് ഡി ആയിട്ട് പൈസ ഇടുകയാണെന്നാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 5-6%. അപ്പോൾ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ, ഞാൻ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, ഒരു കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം അത് 1,50,000 6,000 പൈസ കിട്ടുന്നുണ്ട്. അതായത് 5,000-6,000 രൂപ എനിക്ക് അവിടെ പ്രോഫിറ്റ് മാത്രം കിട്ടുന്നുണ്ട്. ഇങ്ങനെ പ്രോഫിറ്റ് വളരെയധികം സേഫായി കിട്ടുന്നുണ്ട് എന്നാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ബോദർ ആവണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദർ ഈസ് സംതിങ് കോൾഡ് ഇൻഫ്ലേഷൻ. അതായത് ഞാനിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു സാധനം ഞാൻ നോക്കി വെച്ചു, ഞാൻ ഈ കൊല്ലം മേടിക്കാതെ അത് അടുത്ത കൊല്ലത്തേക്ക് മേടിക്കാൻ നോക്കുകയാണെന്നാണെങ്കിൽ മേ ബി അടുത്ത കൊല്ലം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷം ആയിരിക്കില്ല, 1,50,000 അല്ലെങ്കിൽ 1,10,000 ആയിരിക്കാം. എന്തുകൊണ്ടാണ്? എല്ലാ കൊല്ലം മുന്നോട്ട് പോകും തോറും പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും, സാധനങ്ങളുടെ പ്രൈസ് മേലോട്ട് പോവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നമ്മൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേൺസ് മാത്രം നോക്കാതെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് റിട്ടേൺസ് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു 12% റിട്ടേൺസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇന്ത്യയുടെ കറണ്ട് ഇൻഫ്ലേഷൻ ഒരു 6% ആണെന്നാണെങ്കിൽ കിട്ടിയ റിട്ടേൺസ് മൈനസ് ഇൻഫ്ലേഷൻ, അതായത് 12 - 6 = 6. ഈ 6% എനിക്ക് ക്ലിയർലി ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റിൽ നിന്നുകൊണ്ട് റിട്ടേൺസ്. അപ്പോൾ നമ്മൾ എഫ് ഡിയുടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് ഡിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 5-6%. ഇന്ത്യയുടെ കറന്റ് ഇൻഫ്ലേഷൻ ഒരു 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 5 - 3 2. വെറും 2% മാത്രമേ ആ പൈസ അവിടെ നിന്നുകൊണ്ട് വളരുന്നുള്ളൂ. കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 2021, 2022, 2023 ഫേസിലെല്ലാം 5, 6, 7% വരെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ പോയിട്ടുണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന ബാങ്കിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് റിട്ടേൺസേ അല്ല എന്നാണ് കണക്ക് പ്രകാരം പറയുന്നത്. അതേപോലെ തന്നെ പല ആൾക്കാരും പറയുന്ന ഒരു പോയിന്റാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ശരി, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആയാലും ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് വരുന്നുണ്ട്. പക്ഷേ എഫ് ഡി ആകുമ്പോൾ അത്യാവശ്യം സേഫ് ആണെന്ന്. ഒരിക്കലും ബാങ്കും എഫ് ഡിയും സേഫ് ആണെന്ന് ആരെ കൊണ്ടും പറയാൻ പറ്റില്ല. ആസ് പെർ DICGC പ്രകാരം നിങ്ങൾ എത്രത്തോളം കോടിക്കണക്കിന് പൈസ നിങ്ങൾ ബാങ്കിൽ ഇട്ടിട്ട് നാളെ ബാങ്ക് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഷുറൻസ് പറയുന്നത് വെറും 5 ലക്ഷം മാത്രമാണ്. അതായത് എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ 20 ലക്ഷം രൂപ ഒരു ബാങ്കിൽ ഇട്ടു, ആ ബാങ്ക് നാളെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പോലും എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന 5 lakhs മാത്രമായിരിക്കും. സോ ഒരിക്കലും ബാങ്ക് പൈസ ഒരിക്കലും നമുക്ക് പോവില്ല, നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറും അല്ലെങ്കിൽ എക്കോണമി ഒക്കെ വളരെയധികം സ്ട്രോങ് ആയതുകൊണ്ട് വളരെയധികം ചാൻസ് കുറവാണ് ഒരു ബാങ്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇല്ലാതാവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. സോ ചാൻസസ് ആർ ലെസ്, ബട്ട് ഒരിക്കലും ആ പൈസ എപ്പോഴും സേഫ് ആണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സോ പല ആൾക്കാരും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് നോക്കാതെ വെറുതെ കിട്ടുന്ന റിട്ടേൺസ് മാത്രം നോക്കുക. കാരണം ഇന്ത്യയുടെ തന്നെ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ 6%. ഇന്ത്യയുടെ മെഡിക്കൽ ഇൻഫ്ലേഷൻ, നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഹോസ്പിറ്റൽ ബില്ലോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും മുന്നോട്ട് പോകും തോറും മെഡിക്കൽ ഇൻഫ്ലേഷൻ 14%. സോ ഇത്രത്തോളം ഇൻഫ്ലേഷൻ നടക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, എന്നാണ് എനിക്കൊരു 5-6% മേലെ റിട്ടേൺസ് കിട്ടാൻ തുടങ്ങുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റിൽ നിന്നുകൊണ്ട്, അപ്പം മാത്രമാണ് എൻ്റെ റിട്ടേൺസ് അവിടെ സ്റ്റാർട്ട് ആവുന്നത്. അതല്ലെങ്കിൽ ഒരിക്കലും എഫ് ഡി അല്ലെങ്കിൽ ബാങ്ക് മോശമാണെന്ന് പറയില്ല. ഒരു എമർജൻസി ഫണ്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രം നമുക്ക് നോക്കുകയാണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എഫ് ഡിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും എഫ് ഡിനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് കണക്കാക്കരുത്. കാരണം ലോങ് ടേമിൽ നമ്മൾ അത്രത്തോളം പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എഫ് ഡിന്ന് കിട്ടുന്ന റിട്ടേൺസ് മേ ബി ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് റിട്ടേൺസ് അല്ലാതിരിക്കും. സോ തീർച്ചയായിട്ടും കുറച്ചുകൂടി ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് ആയി നോക്കുന്ന മേ ബി നിങ്ങൾക്ക് ബോൺസ് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് കൺസിഡർ ചെയ്യാം. ബോൺസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് ഇഷ്ടംപോലെ ബോൺസ് ഉണ്ട്. വളരെയധികം സേഫ് ആയിട്ടുള്ള ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള 9-10% കിട്ടും. അത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4 or 5% റിട്ടേൺസ് കിട്ടും. അല്ല, ഞാൻ കുറച്ചും കൂടി അഗ്രസീവ് ആണ്, എനിക്ക് ബെറ്റർ റിട്ടേൺസ് കിട്ടിയാൽ കൊള്ളാം, ഞാനിപ്പോൾ എൻ്റെ ഒരു 20s-ലോ 30s-ലോ എനിക്ക് സമയമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ കൂടുതലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് കൺസിഡർ ചെയ്യാം. അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 11, 12, 13% റിട്ടേൺസ് കിട്ടും. സോ തീർച്ചയായിട്ടും എവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അവൻ്റെ വെറും ഒരു ആക്ച്വൽ റിട്ടേൺസ് മാത്രം നോക്കാതെ ആ റിട്ടേൺസ് മൈനസ് ഇൻഫ്ലേഷൻ വരുന്ന നമ്പർ എത്രയാണോ ആ നമ്പർ അത്യാവശ്യം ഒരു 4-5% മേലെ ആണ് എന്നാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് കൊള്ളാം എന്നാണ് മീനിങ്. അതായത് നിങ്ങൾക്ക് ഒരു 10% റിട്ടേൺസ് കിട്ടുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഒരു 5% ആണെങ്കിൽ 10 - 5 = 5. ആ അത്യാവശ്യം നമ്പേഴ്സ് കുഴപ്പമില്ലാത്തതാണ്. അതല്ലാതെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസും നമുക്ക് ഇൻഫ്ലേഷൻ നമ്മൾ മൈനസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ 1, 2, 3% മാത്രമാണെങ്കിൽ അത് ഒരിക്കലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് അല്ല ഫോർ ലോങ് ടേം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ എഫ് ഡി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഫ്രണ്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഓൾറെഡി എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് ശരിയാണ് അല്ലെങ്കിൽ ലോങ് ടേമിൽ നല്ല രീതിയിൽ പൈസ റിട്ടേൺസ് കിട്ടുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ടിന് ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ആൾക്കാർ കണ്ട് ഇതിനൊരു അവയർനെസ് കിട്ടിക്കോട്ടെ. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.